ഈ ആഴ്ചയുടെ എനർജി കുറച്ചൊരു ഒരു ഒരു കോംപ്ലിക്കേറ്റഡ് എന്ന് പറയാൻ പറ്റില്ല. ബട്ട് കുറച്ചൊരു ഓൺ ആൻഡ് ഓഫ് എനർജി മാതിരി എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ നിങ്ങളുടെ ഡെക്ക് ഷഫൽ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇപ്പൊ നമ്മൾക്ക് കാർഡ്സ് എടുക്കാം. എന്താണ് നിങ്ങളുടെ ലൈഫിൽ എന്താ വെച്ചാൽ എന്തോ മുമ്പോട്ടേക്ക് പോണ എനർജി കാണാണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾ ഏതൊരു സിറ്റുവേഷനിൽ കുറെ ഇൻവെസ്റ്റഡ് ആണ്. ഇതൊരു റൊമാൻറ്റിക് സിറ്റുവേഷൻ ആവാം, കരിയർ ആവാം, ബിസിനസ് ആവാം, ഹെൽത്ത് ആവാം. അപ്പോൾ നിങ്ങൾ ഇതിൽ കുറെ എഫേർട്ട് ഇട്ടുണ്ടായിരുന്നു, കുറെ നിങ്ങളുടെ എനർജി ഇതിൽ നിങ്ങൾ ഇട്ടുണ്ട്. ഇതിൽ കുറെ ലവ് ഞാൻ കാണുന്നുണ്ട്, കുറെ ഗ്രോത്ത് കാണുന്നുണ്ട്. ആൻഡ് എല്ലാം കാര്യങ്ങൾ മുമ്പോട്ടേക്ക് പോകുന്നുണ്ട്. ഇപ്പൊ നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ പ്രഗ്നന്റ് ആയിരിക്കും. ഞാൻ കാണുന്നത് നല്ല ഹെൽത്തിന്റെ എനർജി ഉണ്ട്. എല്ലാം പ്രഗ്നൻസി നോർമൽ ആയിട്ട് മുമ്പോട്ടേക്ക് പോണു. ഇത് റൊമാൻറ്റിക് സിറ്റുവേഷൻ ആണെച്ചാലും ഒരു പേഴ്സണെ നിങ്ങൾക്ക് ഇഷ്ടമാണ്, അവരുടെ കൂടെ കാര്യങ്ങൾ മുമ്പോട്ടേക്ക് പോകുന്നുണ്ട്. എസ്പെഷ്യലി ഈ ആഴ്ച ഞാൻ കുറെ പോസിറ്റീവ് ന്യൂസ് ആണ് കാണുന്നത് വരാൻ പോണത്. പക്ഷെ അത് മുമ്പോട്ടേക്ക് പോകുമ്പോൾ അപ്പളിക്കും എന്തോ ഒരു ഡിലേ ഇല്ലേച്ച എന്തോ ഒരു ബ്രേക്ക് ഇടണ മാതിരി ഒരു എനർജി കാണാണ്ട്. ഇപ്പൊ ഇതൊരു റൊമാൻറ്റിക് സിറ്റുവേഷൻ ആണെന്ന് വെച്ചാൽ ആരോ നിങ്ങളോട് കാര്യങ്ങൾ മുഴുവനെ തുറന്നു പറയൂല്ല. അവർക്ക് കുറെ പറയാണ്ട്, ബട്ട് ഒരു ഷൈ എനർജി, ഒരു പേടിയുടെ എനർജി കാണാണ്ട്. ഇത് ഫിനാൻഷ്യൽ ആണെന്ന് വെച്ചാൽ മേ ബി ചില ഫിനാൻഷ്യൽ ബ്ലോക്സ് ഈ ആഴ്ച ഉണ്ടാവാം. പക്ഷെ അത് ഒരു വലിയ ബ്ലോക്ക് ഒന്നും അല്ല. ഞാൻ കാണുന്നത് ആഴ്ച എൻഡ് ആവുമ്പോഴേക്കും എല്ലാം കാര്യങ്ങൾ ക്ലിയർ ആവും, സോർട്ട് ഔട്ട് ആവും. അപ്പോൾ ഇത് മറച്ചു വെക്കണത് എന്താ വെച്ചാൽ അത്രയൊരു പേടിക്കാനൊന്നുമില്ല. ഞാൻ കാണുന്നത് എന്തോ ഒരു ടെമ്പററി ബ്ലോക്ക് ആണ്, ഒരു ടെമ്പററി തടസ്സമാണ്. ബട്ട് ആഴ്ച കംപ്ലീറ്റ് ആവുമ്പോഴേക്കും എല്ലാം ക്ലിയർ ആവണം. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് യൂണിവേഴ്സ് പറയണേ കുറച്ച് പേഷ്യൻ്റ്ലി വെയിറ്റ് ചെയ്യാൻ. എന്താ വെച്ചാൽ ഈ വീക്കില് ചില ബ്ലോക്സ് ഇല്ല ഡിലേസ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. എസ്പെഷ്യലി എല്ലാം മുമ്പോട്ടേക്ക് പോകുമ്പോൾ പിന്നെ സഡൻലി ഒരു ബ്ലോക്ക് വരുമ്പോൾ അതൊരു ഇറിറ്റേറ്റിംഗ് എനർജിയാണ്. പക്ഷെ അതുണ്ടായാലും എല്ലാം ഒരു പോസിറ്റീവ് തരത്തിൽ ഔട്ട്കം വരും. അപ്പോൾ പേടിക്കാനൊന്നുമില്ല. ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്തു വെച്ചാൽ കമന്റ്സിൽ യെസ് എന്ന് എഴുതുക, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഈ കാര്യം എന്താണെന്ന് അതും കമന്റ്സിൽ എഴുതുക. ഇത് നിങ്ങളുടെ കരിയറിലാണോ, റൊമാൻറ്റിക് റിലേഷൻഷിപ്പിലാണോ, ഹെൽത്തിലാണോ? അപ്പൊ ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്ന്. അതുവരെ ടേക്ക് കെയർ.